മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 5 പേരെ കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് NIAയുടെ റെയ്ഡ്? നേരത്തെ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് SDPI ദേശീയ അധ്യക്ഷനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നത്. ഏതാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം? സിജു, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ഇപ്പോൾ 4 വീടുകളിലായാണ് റെയ്ഡ് നടന്നത്. ഈ 4 SDPIയുടെ പ്രവർത്തകരും നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഇവർ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റിഷാദ്, ഖാലിദ്, സെയ്ദലവി, ശിഹാബ് എന്നിവരാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രവർത്തകൻ SDPIയുടെ മറ്റൊരു പ്രവർത്തകനായ ഷംനാദിന്റെ വീട്ടിലും റെയ്ഡിന് എത്തിയിരുന്നു. പക്ഷെ ഇയാളെ പോലീസിന് NIA സംഘത്തിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഒരാൾ SDPIയുടെ വാർഡ് തലത്തിൽ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത്തരത്തിൽ സജീവ പ്രവർത്തകരായ ആളുകളെയാണ് പോലീസ് NIA സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പുലർച്ചെ 3 മണിയോടെ ആരംഭിച്ച പരിശോധന 8 മണിയോടെ പൂർത്തിയായിരുന്നു. പുലർച്ചെയാണ് ഈ പരിശോധനയ്ക്ക് എത്തുന്നത്. 2 പേർ സ്വർണ്ണപ്പണിക്കാരാണ്. ഇനി ഈ ഷംനാദിനെ കൂടെ പിടിയിലാകാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ വീട്ടിൽ NIA സംഘം എത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. സിജു, സ്വാലിഹ്, നേരത്തെ തന്നെ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ വെറുതെ വിട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. നിലവിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആണോ ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിയ SDPI പ്രവർത്തകർ എന്ന് പറയുന്നത് വീടുകൾ? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്തവരും നേരിട്ട് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെല്ലാം തന്നെ നേരത്തെ പിടിയിലായിരുന്നു. ഈ ഗൂഢാലോചന കേസിൽ നിരവധി പേർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. ഇവരിൽ ചില ആളുകൾക്ക് ഒളിവിൽ പോകാനും ഈ താമസിക്കാനും രഹസ്യമായി താമസിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്ത ഇവരുടെ പ്രവർത്തകരാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. ആ ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഘങ്ങൾ ഈ കൊലപാതകത്തിന് ശേഷം ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഒളിവിൽ കഴിയുന്നതിനുള്ള പല സ്ഥലങ്ങളിലും ഈ SDPIയുടെ പ്രവർത്തകരുടെ വീടുകളിലും മറ്റുമൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിനുള്ള സൗകര്യം ഇവർ ചെയ്തു നൽകിയിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. സിജു, ശരി. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് പങ്കുവച്ചത്.